ഞാനിന്ന് വന്നിരിക്കുന്നത് മാനന്തവാടിയിലെ ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്താനാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് നഗരവനം. ഇത് ഫോറസ്റ്റുകാർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ നഗരവനത്തിലുള്ള, അതായത് നമ്മളെ വയനാട് ജില്ലയിലെ മാനന്തവാടി നഗരത്തിൽ തന്നെയായിട്ടാണ് നമ്മൾ ഈ ഒരു ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് നമ്മൾ ഈ ഒരു വനം പോലെ വനത്തിൽ നമ്മൾ നഗരവനം എന്ന് പറഞ്ഞിട്ടുള്ള പേര് തന്നെ നമ്മൾ തുടങ്ങി. അവിടെ ഉദ്യോഗസ്ഥർ നമുക്കായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്കിവിടെ കുട്ടികൾക്കും മറ്റെല്ലാവർക്കും ഒന്ന് കൂളായിരിക്കാൻ വേണ്ടി, നമ്മൾ പ്രകൃതിയോട് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും നല്ല സ്ഥലം ഇനി വേറെ കണ്ടെത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഴശ്ശി പാർക്ക് പോലെ എല്ലാം പോലെ നമുക്കിവിടെ ഇഷ്ടംപോലെ ചെടികളും ഇവിടെ ഒരുപാട് ഏതൊക്കെ ചെടികളാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. നമുക്ക് കൂടുതൽ വീഡിയോകളിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണേ. വരാം. ഇത് എരുമനാക്ക് എന്ന് പറഞ്ഞൊരു മരമാണ്. ഇത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാകും, വഴിയിലെ കേട്ടിട്ടുണ്ടാകും. ഇതിൻ്റെ പേര് തന്നെ അത്ഭുതമാണ്, എരുമനാക്ക് എന്നാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ ഈ ഒരു നഗരവനത്തിൽ നമുക്ക് അറിവിന് വേണ്ടി ഒരുപാട് ബോർഡ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രീ ഫാക്ട്സ് എന്നാണ് ഈ ബോർഡിൻ്റെ പേര്. ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ച് തന്നെ മനസ്സിലാക്കാം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ വയനാട്ടിലേക്ക് ടൂറായിട്ട് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടും കുട്ടികൾക്കൊക്കെ ആയിട്ട് വരുമ്പോഴും എല്ലാവരും മസ്റ്റായിട്ടൊന്ന് കയറി പോകേണ്ട ഒരു സ്ഥലമാണിത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നല്ല തണുപ്പുള്ള സ്ഥലവും കൂടി ആയതുകൊണ്ട് വേനൽക്കാലത്ത് നമുക്ക് സ്വസ്ഥമായിട്ട് വന്നിവിടെ ഇരിക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയൊരു ഫോട്ടോ ഉണ്ട്. നമുക്ക് മാനന്തവാടി ടൗണ് 1863 1855 ഇടയിലുണ്ടായിരുന്ന നമ്മളെ മാനന്തവാടി ടൗൺ ആണ് ഗൈസ് ഇത്. നിങ്ങൾ ഇവിടെ സന്ദർശിക്കാൻ വരുന്നവർക്ക് മനസ്സിലാവും. ഈ ഫോട്ടോയും നമ്മളെ ഇപ്പം നിങ്ങൾ വരുന്ന വഴിക്കുള്ള നമ്മുടെ മാനന്തവാടിയെ മസ്റ്റായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. അന്നത്തതും ഇന്നത്തതുമായിട്ട് എത്ര മെച്ചപ്പെട്ടെന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാവും. നമുക്ക് കൂടുതൽ നടക്കാം അങ്ങോട്ട്. ഗൈസ്, നമ്മൾ ഇത് കൃത്രിമമായിട്ടൊന്നും അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും നാച്ചുറൽ ആണ്. അതുകൊണ്ട് ഇതൊക്കെ ശരിക്കും നാച്ചുറലാണ്. ഒന്നും നമ്മൾ കൃത്രിമമായിട്ടൊന്നുമല്ല, എല്ലാം ഫുൾ നാച്ചുറലാണ്. അപ്പം നമ്മൾ ആസ്വദിക്കുകയൊക്കെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുകയൊക്കെ വേണം. ബട്ട് ഇവർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും ശരിക്കും കേൾക്കണം. ഇതുകൊണ്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇഴജന്തുക്കൾക്ക് ധാരാളമുള്ളതിനാൽ നടപ്പാത, ഇരിപ്പിടം എന്നിവിടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. നമ്മൾ ഇതിൻ്റെ പുറത്തു കൂടെ ഒന്ന് ഇറങ്ങി നടക്കാൻ പാടുള്ളതല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നത് നോക്കട്ടെ. ഓ ഗൈസ്, ഇവിടെ ഒരു ചെയറുണ്ട് ഗൈസ്. നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടി, പിന്നെ അവര് ഉള്ളിലേക്ക് തന്നെ വനമൊക്കെ കാണിച്ചു തരാൻ വേണ്ടി തന്നെ അവര് നമുക്ക് വേണ്ടി ഈ ചെയർ ഇങ്ങോട്ടാക്കിയിരിക്കുന്നത്. നമ്മൾ അവിടെ ഒരു ചെയറുണ്ട്, ഇവിടെ ഒരു ചെയറുണ്ട്. ഇത്ര ഉള്ളിലേക്കൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ പ്രകൃതിയെ ശരിക്കും പഠിക്കണം ഗൈസ്. ഇവിടെ നല്ലൊരു അടിപൊളി ഒരു കൂടാരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മുളയുടെ തൈതൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്ലോറൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഏർമാടെന്ന് പറയും നമ്മുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പറയണം. പിന്നെ ഇവിടെ നല്ലൊരു വ്യൂ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ പ്രകൃതിക്ക് ആയിട്ട് കണ്ടോ. ഇവിടെ ആണെങ്കിൽ നമ്മൾ നല്ലൊരു ചായക്കട ഉണ്ട് ഇവിടുത്തെ. നമ്മൾ ഇവിടെ വയനാട് വകുപ്പ് തന്നെ സജ്ജീകരിച്ചാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല അടിപൊളി ചായക്കടയാണ്. നമ്മൾ എന്ത് മനോഹരമായിട്ടുള്ള മപ്പാടിയിലൊക്കെ നമുക്ക് ഫുൾ പ്രകൃതിയാണ് കഴിച്ചു. എന്ത് മനോഹരമാണ് ഇവിടെ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കണ്ടോ കൈ നോക്ക്, ഇതൊരു കടുവാട്ടോ. അത് സൂക്ഷിച്ചു നിന്നോട്ടോ. ഓടി വന്നിട്ട് ചാടും, ഒറ്റ മേത്തൊക്കെ ചാടിക്കളഞ്ഞു. മനോഹരമായ വിശ്രമ കേന്ദ്രം തന്നെ അവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം.
പുല്ലും കൊണ്ട് ഇതിന്റെ നല്ല സുഖമുണ്ട് ഇതിനുള്ളില്. മരം പോലെ ശരിക്കും മരം പോലൊരു നമുക്ക് ഇരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കണ്ട ശരിക്കും നിങ്ങളൊന്ന് ശരിക്കും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ വന്ന് തന്നെ ഇത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. മനോഹരമായിട്ട് മലമ്പൊക്കെ കെട്ടിയിട്ടുണ്ട് ഗൈസ്. കേറുന്നില്ല കാരണം ഗൈസ് ഇവിടെ അടിപൊളിയായിട്ടൊരു ഊഞ്ഞാലൊക്കെ നല്ല വലിയ ഊഞ്ഞാലാണ്. ശരിക്കും ഒരു പക്ഷിയാണ്. ഇത് മേലെ പാമ്പുണ്ട്. ഞാൻ ഇന്ന് കാണിച്ച പോലെ ഒരുപാട് കാഴ്ചകൾ ഇനി തുടർ കാഴ്ചയായിട്ട് വരുന്നതായിരിക്കും എന്റെ ചാനലിൽ. അതായത് ആദുവിന്റെ കൂട്ട് ഒരുപാട് ഇനി എങ്ങനത്തെ ഒരുപാട് കാഴ്ചകളും വീഡിയോകളും വരുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.